ഫ്രണ്ട്സ്, ഇന്ന് 35 വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ടെറിക്സ് നഴ്സറിയിൽ ഇന്നത്തെ ആനിവേഴ്സറിയാണ്. അവർ ഇൻഡോർ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റഷാണ്. ചെറി ബ്ലോസം ഡാലിയാസും ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. വെറൈറ്റി കളേഴ്സാണ്. ചെടികൾ ധാരാളമുണ്ട്. ഡാലിയാസ് ഉണ്ടല്ലേ, മഞ്ഞ പല കളറിലെ ഡാലിയാസിൻ്റെ കളക്ഷൻ കൂടെ. അവരൊരു ഇൻഡോർ പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു റെയിനി വാട്ടർ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ നമുക്കിവിടെ ലോട്ടസ് ഉണ്ട് കേട്ടോ. താമരയുടെ 2 പ്ലാന്റ്. താമര അത് കണ്ടോ, താമരയുടെ 2 പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ പൂമ്പിളാക്കി താമര സെറ്റ് ചെയ്യുന്നത്. ഈ വാട്ടർ ഫൗണ്ടൻ നല്ല ഇൻഡോറാണ്, മഞ്ഞയിലാണ്. നല്ല ഭംഗിയായിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര റഷാണ് ഇവിടെ. നല്ല മൺസൂൺ ഒരു നല്ല സെറ്റായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുഞ്ഞ് മീനുകളെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. താമര വരെയുണ്ട്. മുകളിൽ നല്ല അമ്പർല ടൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഭയങ്കര റഷാണ് ഇവിടെ കേട്ടോ. നല്ല റഷ്, എന്നാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത്രയും തിരക്കുകൾ വരും. ചെറി ബ്ലോസത്തിൻ്റെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാട്ടർ ഫൗണ്ടൻ അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൂക്കൾ നിൽക്കുന്നത് ചെറി ബ്ലോസമാണ്. കുട്ടികൾക്ക് കാണാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ്. ഇല്ല, ഈ പൂക്കൾ നിൽക്കുന്നത് ചെറി ബ്ലോസമാണ്. ചെറി ബ്ലോസം ഇനി നമുക്ക് പുതിയ പ്ലാന്റുകൾ പെട്ടെന്ന് കാണാൻ പറ്റും. കുറച്ച് ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട്. ഇതെല്ലാം ലൈവ് പ്ലാന്റാണ് കേട്ടോ. ലൈവ് പ്ലാന്റ് ഒരു ഗാർഡൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. നല്ല ഭംഗിയായിട്ടാണ്. നമുക്കിവിടെ നിന്ന് കറങ്ങി കാണാം. എൻ്റെ വോയിസ് ചിലപ്പോൾ വരാൻ ഭയങ്കര പാടായിരിക്കും. ഇൻഡോറിലെ ആയതുകൊണ്ടേ നല്ല ഭയങ്കര സൗണ്ടുണ്ട് ഇവിടെ പിള്ളേരുടെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയണമെന്ന് എനിക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ അറിയില്ല. ഹസ്ബൻഡ് അത് പേ ചെയ്യാൻ പോയി. പുള്ളി പേ ചെയ്യാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ മറ്റൊരു കളക്ഷൻ്റെ ചെടികളും എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. വെറുതെ എന്താ നമ്മൾ ലൈനിൽ നിൽക്കണം. ഇത് ഹൈഡ്രാൻഷ്യയാണ്. ഹൈഡ്രാൻഷ്യ നമ്മുടെ നാട്ടിലത്തെ ഈ ഒരു ഹൈഡ്രാൻഷ്യ ഈ ബ്ലൂ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റും. ഇവരാണെങ്കിൽ പല കളറുണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, അൾട്രാ വയലറ്റ്സ് ഉണ്ട്. ഇതുണ്ട്. ഇതൊക്കെ ഓർക്കിഡിൻ്റെ കളക്ഷനാണ്. ഓർക്കിഡ് ഇതൊക്കെ മറ്റേ എൻ്റെ ഒരു കളക്ഷനുള്ള സംഭവമാണ്. ഇത് ഓർക്കിഡിനൊക്കെ നല്ല പ്രൈസുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ചെടികൾ ഇതിൻ്റെ ഇടയ്ക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കാ പ്രൈസ്. ഇങ്ങനെ ഈ സാധനങ്ങൾ ഇതെല്ലാം ഡോർസ്പെടി വെക്കാനുള്ള സാധനം. ചെക്കോൻ എന്നെ ഇട്ടിട്ട് പോയി. ഞാൻ പോയി പുള്ളിക്കാരൊക്കെ അത് പറിക്കട്ടെ. ഞാനൊരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കളക്ഷൻ കാണിക്കണേ. ഹാങ്ങിങ് പ്ലാന്റ് നല്ല സൂപ്പർ കളക്ഷൻ. ഇവിടെ എനിക്ക് 2 ടൈപ്പിലുള്ള സാധനമുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട സംഭവം എന്നറിയാമോ, ഒരു ചെറിയ ഒരു ഇതിനകത്ത് കിടക്കണമല്ലോ. പിന്നെ കാറ്റക്സിൻ്റെ മറ്റൊരു സംഭവം ഇതാണ്ടാ കറിക്കകത്തൊക്കെ ഉള്ള കള്ളിമുൾച്ചെടി കണ്ടല്ലേ. അതിൻ്റെ ഇത് നമ്മൾ വീടിനുള്ളിൽ വെക്കുന്ന കള്ളിമുൾച്ചെടിയാണ്. നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ഇത് പേഴ്സിൻ്റെ മറ്റൊരു സംഭവമാണ്. അതിനൊരു വേറൊരു റെയിൻ ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഈ കളക്ഷനും എനിക്കില്ലാത്തൊരു കളക്ഷൻ അതാണ്. ചങ്ങലപരട്ടി എന്ന് പറഞ്ഞ ഒരു ചെടി ഉണ്ടല്ലോ, അതാണ് അങ്ങേ അറ്റത്ത് കിടക്കണം. ഇതെല്ലാം സക്ലൻറ്റിൻ്റെ കളക്ഷനാണ്. ഇതേപോലെയുള്ള ഈ ചെടി നമുക്ക് പെരയ്ക്കകത്ത് വെക്കാൻ പറ്റുന്ന കള്ളിമുൾച്ചെടിയുടെ വർഗ്ഗമാണ്. അങ്ങനെ വീട്ടിൽ കണ്ണ് കിട്ടാതെ നെഗറ്റീവ് എനർജി ഒന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഈ
സക്കുലൻറ്റിൻ്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ടോ. ഇതിന് നല്ല നല്ല വില കേട്ടോ. $100 ഈ പ്ലാന്റ്. പക്ഷേ എനിക്ക് ഈ കളക്ഷൻ ഉണ്ട്. എനിക്കൊരു 4-5 കളക്ഷനും കൂടെ. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ചെടിയുടെ ഉണ്ടാവും. കാറ്റക്സിൻ്റെയാണ്. കാരണം ഈ ഒരു വ്ലോഗിലുണ്ടാവും. ഈ മരത്തെ തൂക്കിട്ടിട്ടുണ്ട്. കാണാൻ ഭംഗിയുള്ള സംഭവമാണ്. ചെറിയ വുഡിൻ്റെ പീസുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഹാങ് ചെയ്യാനുള്ള നല്ലൊരു പ്രോപ്പർട്ടി വേണം. ഇതിന് സക്കുലൻ പ്ലാന്റിൻ്റെ കളക്ഷനാണ്. അതുപോലെ ഈ ചെറിയ പ്ലാന്റുകൾ ഇവിടെ ധാരാളം ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. അവർ സക്കുലൻറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ കുറേ കളക്ഷനുകൾ വന്നിട്ടുണ്ട്. കുറേ ഫോട്ടോഗ്രാഫറും കുറേ യൂട്യൂബേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ആനിവേഴ്സറി ആയതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഫോട്ടോഗ്രാഫറിൽ ഞാൻ ഇവിടെ ചെന്ന് ചാടുന്നുണ്ട്. Fly trap, where is it? Yeah. Okay, are you sure? Where's the fly trap?